ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 7ാം ദിനമാണ്. 7ാം ദിനത്തിൽ ദേവി ആദിപരാശക്തിയെ നമ്മൾ കാലരാത്രി എന്ന ഭാവത്തിലാണ് ആരാധിക്കാറുള്ളത്. ഒരു സ്ത്രീയുടെ മഹാഭയാനകമായ രൂപത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവി കാലരാത്രിയുടേത്. നവരാത്രിയുടെ ഈ 7ാം ദിനത്തിൽ ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവത്തിലൂടെ നമുക്കൊന്ന് കടന്നു വരാം. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകാന്ത, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി ഇവയെല്ലാമാണ് ദേവി ആദിപരാശക്തിയുടെ നവദുർഗാ ഭാവം. ഇനി ഇന്നത്തെ ഈ 7ാം ദിനത്തിലെ ദേവി ആദിപരാശക്തിയുടെ കാലരാത്രി എന്ന ഭാവത്തെക്കുറിച്ച് നമുക്ക് അറിയാം. ദേവി ആദിപരാശക്തി പാർവതി ദേവി കാലരാത്രി എന്ന അവതാരം എടുക്കുന്നത് രക്തബീജൻ എന്ന അസുരനെ വധിക്കാനായിട്ടാണ്. രക്തബീജൻ എന്ന അസുരന് വളരെ വലിയൊരു വരം പ്രാപ്തമായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഓരോ തുള്ളി രക്തം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വീഴുമ്പോഴും ആ തുള്ളിയിൽ നിന്നൊക്കെ 1000 രക്തബീജന്മാർ ഉണ്ടായിത്തീരും. അതായത് ഉടനടി തന്നെ 1000 രക്തബീജന്മാർ ഉണ്ടായിത്തീരും. അപ്പോൾ അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ എല്ലാ അസുരന്മാർക്കും വളരെ വലിയ ഭയമായിരുന്നു. ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ വലിയ ഭയമായിരുന്നു. അപ്പോൾ ഇവര് നേരെ എങ്ങോട്ട് പോയി? മഹാദേവനിൽ, ശിവശങ്കരനിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ ദേവി പാർവതിയുടെ അർദ്ധാംഗിനിയായ ദേവി പാർവതിയുടെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസമുള്ള ഭഗവാൻ ശിവശങ്കരൻ ഈ ഒരു കർത്തവ്യം ദേവിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ദേവി ആദിപരാശക്തി രക്തബീജന്റെ ദുഷ്കർമ്മത്തെക്കുറിച്ച് അറിഞ്ഞ് ദേവിയുടെ മഹാഭയങ്കരമായ ആ ഒരു കാലരാത്രി എന്ന് പറയുന്ന അവതാരം എടുത്തുകൊണ്ടാണ് രക്തബീജനെ വധിക്കുന്നത്. അതിഘോരമായിട്ടുള്ള അവതാരമാണ് കേട്ടോ. ഒരു സ്ത്രീ രൂപത്തിന്റെ എല്ലാ ശൗര്യവും ഉൾക്കൊണ്ടുള്ള ഒരു അവതാരമാണ് ദേവി ആദിപരാശക്തിയുടെ കാലരാത്രി എന്ന അവതാരം. ഈ അവതാരത്തിൽ ദേവി രക്തബീജനെ വധിക്കുന്നത് ഒരു തുള്ളി പോലും രക്തം അദ്ദേഹത്തിന്റെ നിലത്ത് വീഴാതെയാണ് ദേവി ആ രക്തബീജന്റെ വധം നടപ്പിലാക്കുന്നത്. മാത്രമല്ല ഈ രക്തം മുഴുവൻ ദേവി തന്നെ പാനം ചെയ്തുകൊണ്ടാണ് ദേവി ഈ ഒരു വധം നടപ്പിലാക്കുന്നത്. ദേവിയുടെ ഈ അവതാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും അധർമ്മത്തെ നമുക്ക് ധർമ്മത്തിലൂടെയും അഹിംസയിലൂടെയും കൂടെ ഒന്നും മാറ്റാനായിട്ട് ചില സന്ദർഭങ്ങളിൽ സാധിക്കില്ല. അധർമ്മത്തിനെ നമുക്ക് ഹിംസയിലൂടെ മാത്രമേ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആയിരിക്കും എന്ന് മാനവരാശിയിലേക്ക് ദേവി വളരെ വലിയൊരു രീതിയിലുള്ള ഒരു മെസ്സേജാണ്, അതായത് വളരെ വലിയ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ദേവിയുടെ കാലരാത്രി എന്ന അവതാരത്തിൽ ദേവി കഴുതപ്പുറത്തേറി രക്തം പുരണ്ട നാക്കിനെ പുറത്തിട്ട് സർവ്വ ആയുധങ്ങളും ഏന്തി, മാത്രമല്ല മുടിയിഴകളെല്ലാം ഊരിയിട്ട് വളരെ ഭയാനകമായി ചുവന്ന വസ്ത്രം ധരിച്ച രൂപത്തിലാണ് ദേവി ഭക്തർക്ക് അനുഗ്രഹം തരുന്നത്. ഈ ഒരു അവതാരത്തിൽ നമുക്ക് ദേവി വളരെ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ഒരു സ്ത്രീക്ക് അവൾക്ക് നേരെ വരുന്ന അധർമ്മത്തിനെ വളരെയധികം ഗംഭീരമായ രീതിയിൽ, ഭയാനകമായ രീതിയിൽ പ്രതികരിക്കാനുള്ള എല്ലാ ശക്തിയും അവളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ദേവി കാലരാത്രിയുടെ അവതാരം എന്ന് പറയുന്നത്. ഓം വാമപാദോലസത്ലോഹലധാം കണ്ഠകഭൂഷണാം വർത്തനാമൂർത്തജാ കൃഷ്ണ കാളരാത്രി ഭയങ്കരീ. ഇന്നേ ദിവസം നിങ്ങൾ ഈ മന്ത്രത്തിലൂടെ ദേവി കാളരാത്രിയെ ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അധർമ്മം പൂണ്ട് വിളയാടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അധർമ്മത്തെ എളുപ്പം തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ധൈര്യവും ശക്തിയും പ്രാപ്തമാക്കാനായിട്ടും സാധിക്കും. സാക്ഷാൽ മഹാദേവനെ നമ്മൾ സംഹാര രുദ്രനായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംഹാരം എന്ന കർത്തവ്യത്തിൽ ഏറ്റവും വലിയ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ദേവി പാർവതിയുടെ കാളരാത്രി അവതാരത്തിലൂടെയാണ്. ഏവർക്കും ദേവി ആദിപരാശക്തിയുടെ കാളരാത്രി അവതാരത്തിലൂടെയുള്ള ഭാഗ്യവും അനുഗ്രഹവും പ്രാപ്തമാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഏവർക്കും നല്ലൊരു നവരാത്രിയും നേരുന്നു. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.